സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വയനാടിന് ഒരു പുനർജനിയുടെ ദിനം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ലക്കിടിയിലാണ്. പ്രേക്ഷകർക്ക് കാണാം, ഈ വലിയ കവാടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഈ മഴ ശരിക്കും നമ്മൾ നനഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പ്രതിഭ, നമുക്ക് മഴയൊന്ന് നനഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ, ചെറിയ ചാറ്റൽ മഴ. ആ ചാറ്റൽ മഴയ്ക്കൊപ്പമുള്ള നല്ല മൂടൽ മഞ്ഞ്, ഈ അന്തരീക്ഷമൊക്കെ പ്രേക്ഷകർക്ക് കാണാം. വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മൺസൂൺ ടൂറിസം ആയിരുന്നു. വയനാട്ടിൽ വന്ന് മഴ നനയാതെ പോകുന്നത് ടൂറിസം പ്രേമികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. മഴ കാണാൻ വേണ്ടി മാത്രം, ഞങ്ങൾ പറയുന്നത് മഴ കൊയ്യാൻ വേണ്ടി മാത്രം വയനാട്ടിലേക്ക് എത്തുന്ന ധാരാളം സഞ്ചാരികളുണ്ടായിരുന്നു. വയനാടിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. വയനാട് അക്ഷരാർത്ഥത്തിൽ ഒരു മൺസൂൺ ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. നിർഭാഗ്യവശാൽ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും എല്ലാം ദുരന്തം ഈ ടൂറിസം മേഖലയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ചെറുതല്ലാത്തതാണ്. മൺസൂൺ ടൂറിസം എന്നുള്ളത് വലിയ ഭയപ്പാടോടുകൂടിയാണ് പലരും കാണുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ചിന്തയെ നമുക്ക് മാറ്റിമറിച്ചേ മതിയാവൂ. ഒരു ദുരന്തം നമ്മളിലുണ്ടാക്കിയ നടുക്കവും ആ ദുരന്തം നമ്മളിലുണ്ടാക്കിയ ആഘാതവും ചെറുതല്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് ആ ദുരന്തത്തിൽ നിന്ന് ആ ദുരന്തബാധിതരെ കരകയറ്റാനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. പക്ഷെ അതോടൊപ്പം ഒരു പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം സംഭവിച്ച ഈ ദുരന്തത്തെ വയനാട് ദുരന്തമായി ചിത്രീകരിക്കുക വഴി വയനാടിൻ്റെ ടൂറിസം സാധ്യതകളെ നമ്മൾ അല്പമെങ്കിലും നിശ്ചലമാക്കൂ എന്നൊരു സംശയമുണ്ട്. അതൊരു ഡെലിബറേറ്റ് ആയിട്ട്, അത് മനഃപൂർവ്വം നമ്മൾ ചെയ്തതല്ലെങ്കിലും അങ്ങനൊരു പ്രതീതി വയനാടിന് പുറത്ത്, കേരളത്തിന് പുറത്ത് പ്രചരിച്ചിട്ടുണ്ട്. ഈ ടൂറിസം സീസൺ ആകുന്ന ഈ ഘട്ടത്തിൽ 90% ഹോട്ടലുകളും ബുക്കിംഗ് ആവേണ്ടതാണ്. ഈ നിരത്തുകളിൽ വാഹനങ്ങൾ എത്തേണ്ടതാണ്, വിനോദസഞ്ചാരികൾ എത്തേണ്ടതാണ്, കടകൾ ഉഷാറാകേണ്ടതാണ്, ചെറുകിട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടവരാണ്, കുടുംബം ഈ ടൂറിസത്തെ ഉപജീവിച്ച് നയിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഈ ടൂറിസം നൽകുന്ന വലിയ രീതിയിലുള്ള ഉപജീവന മാർഗമുണ്ട്. കൃഷി ഉപജീവന മാർഗമായിരിക്കുന്ന വയനാട്ടിലെ സാധാരണ മനുഷ്യർ ഏകദേശം തത്തുല്യമായ അളവിൽ തന്നെ ടൂറിസത്തെയും ജീവനോപാധിയായി കണക്കാക്കുന്നുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ മുതൽ ഇവിടെ വ്യവസായ സംരംഭം നടത്തുന്നവർ മുതൽ ബിസിനസ് സംരംഭം നടത്തുന്നവർ മുതൽ ടൂറിസം പ്രൊമോട്ടർമാരടക്കം ഈ ദുരന്തത്തിൻ്റെ ഈ ആഘാതത്തിൽ നിന്ന് കരകയറി വരേണ്ടതുണ്ട്. വയനാടിനെ നമുക്ക് ചലിപ്പിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ജനത ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ മരവിച്ചിരിക്കാൻ പാടില്ല. നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് മനുഷ്യസാധ്യമായതെല്ലാം നമുക്ക് ചെയ്യാം. അവർക്കെല്ലാം തിരികെ കൊടുക്കാം. റിപ്പോർട്ടർ ഇന്ന് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പോൾ ഈ ലൈവാത്തോണിലൂടെ ഈ ദുരന്തബാധിതരായ മനുഷ്യർക്ക് അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര സഹായം എത്തിക്കാനും കൂടി നമ്മൾ ഇന്ന് ശ്രമിക്കും. അവർക്കുള്ള വീടുകളിലെ ഫർണിച്ചറുകൾ, അവർക്കുള്ള സാധന സാമഗ്രികൾ, വാഹനം നഷ്ടപ്പെട്ടവർക്കുള്ള വാഹനം, ഇതെല്ലാം അടക്കമാണ് നമ്മൾ അവർക്ക് എത്തിക്കാൻ പോകുന്നത്. അതടക്കം ടൂറിസം മേഖലയെ ചലിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ ശ്രമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് എന്നാൽ വയൽനാടായിരുന്നു. ഇപ്പോൾ അത് മനോഹരമായ ഈ നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരമായ മസ്റ്റ് സീ പ്ലേസുകളിലൊന്നാണ് വയനാട്. ഇവിടുത്തെ മഴ, ഇവിടുത്തെ മൂടൽമഞ്ഞ്, ഇതെല്ലാം പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഈ വയനാട്ടിലെ മൂടൽമഞ്ഞും മഴയും ഒന്നും കൊള്ളാതെ ഒരു ജീവിതം പൂർണ്ണമാവില്ലെന്നേ. ആ ഉറപ്പിലാണ് വയനാട് സുരക്ഷിതമാണ്, വയനാട് സുന്ദരമാണ് എന്ന ടാഗ്ലൈനിൽ നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് റീബിൽഡ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഉയർപ്പിക്കാം വയനാടിനെ. വയനാടിൻ്റെ ഉയിര് വീണ്ടെടുക്കാൻ വേണ്ടി റിപ്പോർട്ടറിൻ്റെ തത്സമയ ലൈവാത്തോണാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു. അതേസമയം തന്നെ ഈ ക്യാമ്പയിനോടൊപ്പം എല്ലാ വാർത്തകളും കൃത്യസമയം നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്ന ഭൂതം, ആ ഭൂതത്തെ ആര് പിടിച്ചു കിട്ടും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും കൃത്യമായി കിട്ടിയിട്ടില്ല. ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടക്കുന്നു. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒരു വർഷം മാത്രം വയനാടിന് ഏകദേശം 3000-4000 കോടി രൂപയുടെ ടൂറിസം വരുമാനമുണ്ട് വ്യത്യസ്ത മേഖലകളിൽ. ഇവിടെ സാധാരണ വീടുകളുടെ മുന്നിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയും നെല്ലിക്കയും അടക്കം അത് മുതൽ തുടങ്ങി ടൂറിസം ഗൈഡുമാരും ടാക്സി ഡ്രൈവർമാരും അടക്കമുള്ള നിരവധി മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തെ ടൂറിസത്തിന് സംഭവിക്കുന്ന ഏതു തരത്തിലുള്ള തിരിച്ചടിയും അവരുടെയൊക്കെ ജീവനോപാധിയെ ബാധിക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് റിപ്പോർട്ടർ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രതികരണങ്ങൾ മാത്രമല്ല, വയനാടിനെ കുറിച്ച് അറിയുന്നവർ, വയനാടിൻ്റെ സവിശേഷതകൾ, ഒപ്പം തന്നെ ഈ ദുരന്തബാധിത മേഖലയിൽ നിന്നെത്തി ജീവിതത്തിലേക്ക് തിരികെ വരുന്ന മനുഷ്യരുടെ ആത്മവിശ്വാസം, ഇതെല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒപ്പം മനോഹരമായ ഈ കാഴ്ചയും. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഈ സമയം
സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ ലക്കിടിയിലേക്കുള്ള വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമാണ്. മൂടൽമഞ്ഞാണ്. ഏകദേശം ഒരു 50 മീറ്ററിനപ്പുറത്തേക്ക് നോക്കിയാൽ ആളുകളെ കാണാൻ കഴിയാത്ത വിധം തിക്കായിരിക്കുന്ന വളരെ കനത്ത മൂടൽമഞ്ഞുള്ള ഒരു പ്രദേശമാണ്. ഈ മൂടൽമഞ്ഞ് കാണാനും ആ മൂടൽമഞ്ഞിൽ സ്വയം നഷ്ടപ്പെടാനും ഈ ചാറ്റൽ മഴയിൽ സ്വയം കുളിരാനും ഒക്കെ താല്പര്യമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തയ്യാറെടുത്തോളൂ. നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ക്യാമറ സംഘം, ഞങ്ങളുടെ വാർത്താ സംഘം പകർത്തുന്ന ദൃശ്യങ്ങളിലൂടെ, മനോഹരമായ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഇരുന്ന് വയനാടിനെ ആസ്വദിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, വയനാട് സുരക്ഷിതമാണ്, വയനാട് സുന്ദരമാണ്. തീർച്ചയായും നിങ്ങൾ വയനാട്ടിലേക്ക് വരണം, ഇവിടെയുള്ള കാഴ്ചകൾ കാണണം, ഇവിടെയുള്ള മനുഷ്യർക്കുള്ള ജീവിതോപാധിയായ ടൂറിസം സെക്ടറിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. മഴ കനത്തു വരുന്നു. ഇനി നമുക്ക് സൗന്ദര്യം മാത്രം പറഞ്ഞിരുന്നാൽ പോരാ, ആരോഗ്യം കൂടെ നോക്കണം. നമുക്കതുകൊണ്ട് കുട കൂടി പിടിക്കാം. എനിക്കൊരു കുട തരുമോ പ്രദീപ്? കുട വേണ്ടെന്ന് പറഞ്ഞാൽ പ്രദീപിനെ തിരിച്ചയച്ചതാണ്, പക്ഷേ കുട കൂടി നമുക്ക് വേണം. ക്യാമറ കയറിക്കോ. അപ്പോൾ നമുക്ക് ആ വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. നമ്മൾ തുടങ്ങുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സ്വാഗതം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ദുരന്തങ്ങളുടെയും നമ്മളെ നിരാശപ്പെടുത്തിയ വാക്കുകളുടെയും വാർത്തകളുടെയും ഒക്കെ ഉള്ളിൽ വേദനിച്ചു നിന്നിരുന്നതാണ്. ആ ഘട്ടങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ടൂറിസത്തെക്കുറിച്ച് ആലോചിക്കണം, യാത്രകളെക്കുറിച്ച് ആലോചിക്കണം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, പ്രതീക്ഷാനിർഭരമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തീർച്ചയായും ഈ വെക്കേഷൻ നിങ്ങൾക്ക് വയനാട്ടിൽ തന്നെ ചെലവിടാം. എല്ലാവരും വയനാട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി തന്നെ നിങ്ങൾ കുറിച്ചു വയ്ക്കൂ. നിങ്ങൾ ചെറിയ ചെറിയ തുകകളൊക്കെ സമ്പാദിച്ചു വരിക. വലിയ ചിലവൊന്നുമില്ല വയനാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ. വളരെ ചെറിയ തുകയിൽ നിങ്ങൾക്ക് വന്ന് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വയനാട്ടിൻ്റെ മൂടൽ മഞ്ഞിലേക്ക്, ഈ ചെറിയ ചാറ്റൽ മഴയിലേക്ക്, ഈ നനുനനുത്ത തണുപ്പിലേക്ക്, ഈ സുന്ദരമായ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു റീബിൽഡ് വയനാട്. നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗം, വളരെ ക്വിക്കായി ഞാൻ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിച്ചതിനു ശേഷം നമ്മുടെ അതിഥികളിലേക്ക് പോകാം. ഉണ്ണി ബാലകൃഷ്ണനും സംഘവും ഇപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. അതിന് മുമ്പ്